ഹായ് ഓൾ. ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണിച്ചിരിക്കുകയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് രാത്രിയിലത്തേക്ക് ഫുഡ് ഉണ്ടാക്കണം. അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഞാൻ. വെളുപ്പിനെ തുള്ളിച്ചാടി വീട്ടിൽ നിന്ന് പോയതുകൊണ്ട് രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡും നമ്മൾ പുറത്തുനിന്നാണ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ രാത്രിയിലും പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാനായിട്ട് ഒരു മടി. അതല്ലെങ്കിലും അങ്ങനെയാണ്, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പം പുറത്തുനിന്ന് കഴിക്കാനായിട്ട് നല്ല ആവശ്യമായിരിക്കും. എന്നാൽ പുറത്ത് പോയി ഒരു 2 നേരം കഴിക്കുമ്പോഴത്തേക്കും അതങ്ങ് മതിയാവും. കൈയോടെ അരിയൊക്കെ തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കോവയ്ക്ക് വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അതെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് അടുപ്പ് കയറ്റിയിട്ടുണ്ട്. മാർക്കറ്റിൽ ഇതേ മീനുണ്ടോ നോക്കാൻ പോയപ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന നല്ല ഫ്രഷ് ചീര, അങ്ങനെ കുറച്ച് ചീരയും കൂമ്പും തക്കാളിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. മീൻ വാങ്ങാൻ പോയിട്ട് മീൻ വാങ്ങാതെ വരുന്നത് ശരിയല്ലല്ലോ. അവിടെ ആണെങ്കിൽ ഇതേ കുഞ്ഞു മത്തിയായിരുന്നേ ഉണ്ടായിരുന്നത്. പിന്നെ കിട്ടിയ മത്തി അങ്ങ് വാങ്ങിച്ചു. സാധനങ്ങളെല്ലാം ഞാൻ കുടഞ്ഞിട്ട് വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ നല്ലോണം മുരിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ദേ വെളുത്തുള്ളിക്കറി വെക്കാനായിട്ട് കുറേ വെളുത്തുള്ളിയൊക്കെ ദേ എണ്ണയ്ക്കകത്തോട്ടിട്ട് മൊരിപ്പിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ട് തരാവേ. അടിപൊളി ടേസ്റ്റാണ്. അത് മാത്രം മതി നമുക്ക് ഒരുപാട് ചോറുണ്ണാൻ. വെളുത്തുള്ളിക്കറി എല്ലാം റെഡിയായി വന്നപ്പോഴാണ് ഞാൻ ചോറിൻ്റെ കാര്യം ആലോചിച്ചത്. അങ്ങനെ പെട്ടെന്ന് ഞാൻ ഓടിപ്പോയി നോക്കിയപ്പോഴത്തേക്കും ചോറെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ. ഇച്ചിരി വേവ് കൂടിപ്പോയി. എനിക്കാണെങ്കിൽ ഈ ചോറ് ബളബളാ വേവുന്നത് എനിക്കത്ര ഇഷ്ടമല്ലേ. ഇവിടെ ബാക്കിയുള്ളവർക്കൊന്നും വലിയ കുഴപ്പമില്ല, എനിക്കാണെങ്കിൽ ഇത് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ കൈയോടെ അരിയെല്ലാം അങ്ങ് ഊറ്റി വെച്ചിട്ട് അത് അപ്പം തന്നെ ഞാനങ്ങ് മുരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും അമ്മ നമ്മുടെ മത്തി കുറച്ചെടുത്ത് വെട്ടിയിട്ടുണ്ടായിരുന്നേ. ഞാൻ വിചാരിച്ച് അതങ്ങ് വറക്കാമെന്ന് കരുതിയിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് വറക്കാനായിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും ഓരോ മത്തിയായിട്ട് ഇങ്ങനെ പെറുക്കി ഇട്ടിട്ടുണ്ട്. ഇളച്ചെണ്ണയിലോട്ട് മസാലയിൽ ഫേഷ്യൽ ചെയ്ത മത്തിക്കുട്ടന്മാരെ ഓരോന്നായിട്ട് പെറുക്കി ഇട്ടപ്പോൾ തന്നെ വിശപ്പിൻ്റെ വിളിയാണെങ്കിൽ ഇങ്ങനെ കൂടി വന്നിട്ടുണ്ടായിരുന്നേ. വാതിക്കൽ വന്ന് ഇങ്ങനെ മുട്ടി നിൽക്കുന്ന പോലായിരുന്നു വിശപ്പിൻ്റെ വിളി വന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മത്തിയെല്ലാം ഞാനിങ്ങനെ വേവിച്ച് മുരിച്ചിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ട് ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് നമ്മളിങ്ങനെ കറികളൊക്കെ വെച്ചിട്ട് നമ്മൾ തിന്നുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റും ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ്. അങ്ങനെ ചൂട് ആവി പാറുന്ന ചോറും കോവയ്ക്ക മെഴുക്കുവരട്ടിയും വെളുത്തുള്ളിക്കറിയും മത്തി വറുത്തതും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചോറൊക്കെ ഉണ്ട്. നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.